എപ്പോഴും ജാതി പറഞ്ഞ വഴക്ക്, പ്രശ്നങ്ങൾ, പൈസയ്ക്ക് സ്ത്രീധനം കൊടുത്തില്ല. എൻ്റെ മോള് ഇതുവരെയ്ക്ക് സ്വസ്ഥതയായിട്ട് ജീവിച്ചിട്ടില്ല. വീട്ടിൽ കുറേ വഴക്കൂടിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, അമ്മ ഒരു ചിക്കൻ കറി വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് ഞാൻ ശകലം എടുത്തുള്ളൂ. അവർ പറഞ്ഞ് അത്രയും കഴിച്ചെന്നും പറഞ്ഞിട്ടാണ് വഴക്ക്. നീ ആഹാരം കാണാതെ അടക്കണം, ആഹാരം തിന്നടക്കണം, വീട്ടിൽ നിന്ന് വന്നതല്ലേ എന്നും പറഞ്ഞ് ഭയങ്കര വഴക്ക്. ചെണ്ടുണ്ടെങ്കിൽ ആ കൊച്ചും കുളിമുറിക്കാതെ നിന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് കരഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ ആരാണോ ചിക്കൻ കറിയുടെ പേരിൽ ഈ കുട്ടിയെ അപമാനിച്ചത്, ഈ കുട്ടിയെ ഇത്രയേറെ മാനസിക സമ്മർദ്ദത്തിന് കാരണക്കാരായത്, അവർക്ക് ഒരു ചെമ്പ് നിറയെ ചിക്കൻ കറി വെച്ചിട്ട് കുത്തിയിരുന്ന് തീറ്റിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തിരുവനന്തപുരത്ത് ഭർത്തൃ വീട്ടിലെ യുവതിയുടെ ആത്മഹത്യയിൽ ആരോപണവുമായി യുവതിയുടെ കുടുംബം. വിവാഹം കഴിഞ്ഞ സമയം മുതൽ ജാതി പറഞ്ഞും സ്ത്രീധനം നൽകില്ല എന്ന് പറഞ്ഞും വഴക്കായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. 2 മാസം മുൻപാണ് കാവ്യ അവസാനം സ്വന്തം വീട്ടിൽ വന്നത്. പല ദിവസങ്ങളും പട്ടിണിക്കിടും. കാവ്യയുടെ ഭർത്താവ് വിഷ്ണുവിന്റെ അമ്മയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ചിക്കൻ കറി കൂടുതൽ കഴിച്ചു എന്ന പേരിൽ കഴിഞ്ഞ ദിവസവും വഴക്കുണ്ടായെന്നും ഇതിന് പിന്നാലെയാണ് ആത്മഹത്യ ചെയ്തതെന്നും കാവ്യയുടെ അമ്മ ശാന്ത റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഒരുപാട് വഴക്ക് പറഞ്ഞു. അവിടെ ഞാൻ പറഞ്ഞു, വാ വീട്ടിൽ വാ, നമുക്ക് പോവാന്ന് പറഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് കയറിപ്പോയല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂട. എപ്പോഴും ജാതി പറഞ്ഞ വഴക്ക്, പ്രശ്നങ്ങൾ, പൈസയ്ക്ക് സ്ത്രീധനം കൊടുത്തില്ല. എൻ്റെ മോള് ഇതുവരെയ്ക്ക് സ്വസ്ഥതയായിട്ട് ജീവിച്ചിട്ടില്ല. വീട്ടിൽ ഇവിടെ 10 ദിവസം നിൽക്കാൻ വന്നപ്പോൾ പറഞ്ഞു പെട്ടെന്ന് ചെല്ലണം എന്നവർ. പിന്നെ അതിനുശേഷം അവൾ വീട്ടിൽ പോയപ്പോൾ അവർ ആഹാരമൊന്നും കൊടുക്കുകയൊന്നുമില്ലായിരുന്നു. പട്ടിണി കിടത്തി 2 ആഴ്ച വരെ. വിഷ്ണുവിൻ്റെ അമ്മ വേറെ ആരും വഴക്ക് പറയില്ല, അവർ മാത്രമേ ഉള്ളൂ അവിടെ വഴക്ക് പറയാൻ. വഴക്ക് കൂടിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, അമ്മ ഒരു ചിക്കൻ കറി വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് ഞാൻ ശകലം എടുത്തുള്ളൂ. അവർ പറഞ്ഞ് അത്രയും കഴിച്ചെന്നും പറഞ്ഞിട്ടാണ് വഴക്ക്. നീ ആഹാരം കാണാതെ അടക്കണം, ആഹാരം തിന്നടക്കണം, വീട്ടിൽ നിന്ന് വന്നതല്ലേ എന്നും പറഞ്ഞ് ഭയങ്കര വഴക്ക്. ചെണ്ടുണ്ടെങ്കിൽ ആ കൊച്ചും കുളിമുറിക്കാതെ നിന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് കരഞ്ഞത്. യുവതിയുടെ കുടുംബമാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. വിവാഹം കഴിഞ്ഞ കാലം മുതൽ ഭർത്താവിന്റെ വീട്ടിൽ വലിയ തോതിൽ പീഡനം അനുഭവിക്കേണ്ടി വന്നു. ജാതി പറഞ്ഞും അതുപോലെ സ്ത്രീധനം കിട്ടിയില്ല എന്ന ആരോപണങ്ങളും ഉയർത്തിയാണ് പീഡനമെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. കുട്ടികളെയും ഭർത്താവിനെയും കരുതിയാണ് കാവ്യ വിഷ്ണുവിന്റെ കൂടെ നിന്നതെന്നും വിഷ്ണുവിന്റെ അമ്മയുടെ പീഡനമാണ് മരണകാരണമെന്നും കാവ്യയുടെ സഹോദരൻ ശ്യാം റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇത് നിരന്തരം ഇത്ര വർഷം ജീവിച്ച സമയം തൊട്ട് ഇത് തന്നെ പ്രശ്നം തന്നെ. നമ്മൾ പറഞ്ഞായിരുന്നു ഭാവാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു പറയുന്നത് വെച്ചാൽ ഭർത്താവ്, കൊച്ചുങ്ങൾ എന്നും പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങനെ അവൻ അങ്ങനെ ഉപദ്രവിക്കുന്നത് ഇവരാണ്. പക്ഷേ അവർ പറയണത് ഇവൻ കേൾക്കുള്ളൂ. അവർ നായർ വിഭാഗത്തിൽപ്പെട്ട്, ഞങ്ങൾ SC പുലയർ വിഭാഗത്തിൽപ്പെട്ട്, അതിൻ്റെ ഇതാണ് പറഞ്ഞത്. ഞങ്ങൾ അടിമകളാണെന്നൊക്കെ പറഞ്ഞാൽ അവർ ആ കൊച്ചിനെ ചെയ്തു. ഇത്രയും ചെയ്ത് അവരങ്ങനെ ചെയ്തു. 4-5 മണിയൊക്കെ എപ്പോഴും നടന്നെന്നാണ് പറയണം. 8:30 എപ്പോഴും ഞങ്ങളെ വിളിച്ചറിയിച്ച്. ജനലിലാണ് തൂങ്ങിയത്. ഇത് ആത്മഹത്യയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. ജനലിലാണ് കുഞ്ഞ് തൂങ്ങി മരിച്ചത്. ഇവിടെ തിരിച്ച് വരാൻ പറഞ്ഞിട്ട് പിന്നെ കൊച്ചിൻ്റെയും ഭർത്താവിൻ്റെ കാര്യം നോക്കിയുണ്ട് അത് വരാത്ത. തിരുവനന്തപുരത്ത് കാവ്യ എന്നൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വിവരത്തിന്റെ ന്യൂസാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ കാവ്യ എന്ന കുട്ടിക്ക് 2 കുട്ടികളും ഭർത്താവും ഉണ്ട്. ഈ കാവ്യയുടെ മരണം കേവലം ഒരു മരണം മാത്രമല്ല, മറിച്ച് നമ്മുടെ സമൂഹം ഇന്നും കൊണ്ടു നടക്കുന്ന ജാതി ചിന്തയുടെയും സ്ത്രീധന കൊതിയുടെയും ഗാർഹിക പീഡനത്തിന്റെയും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കാവ്യയുടെ മരണം. നമ്മൾ പറയുമ്പോൾ ജാതിയില്ല, സ്ത്രീധനം പാടില്ല, സ്ത്രീധനത്തെ എതിർക്കണം, ഇതൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് ഇത്തരം തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾ നമ്മളോട് പറയുന്നത്. ഈ കാവ്യയുടെ ഭർത്താവിന്റെ പേര് വിഷ്ണു എന്നാണ്. അദ്ദേഹം ഈ ആളുകൾ പറയുന്ന രീതിയിലുള്ള ഉയർന്ന ജാതിയിലുള്ള ഒരാളാണ്. ഈ കാവ്യ എന്ന പെൺകുട്ടി ഒരു താഴ്ന്ന ജാതിയിലുള്ള ആളും. അങ്ങനെ താഴ്ന്നവനും ഉയർന്നവനും ജാതിപരമായിട്ടൊന്നുമില്ല. ഈ നാട്ടിൽ എല്ലാവരും ഒരേപോലെ തന്നെയാണ്. അതിൽ ഉയർന്നവനും ഇല്ല, താഴ്ന്നവനും ഇല്ല. അതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ്. ഇതിനൊക്കെ ആൾക്കാർ എന്താണ് വില കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ഇവർ നാട്ടിൽ വലിയ വിപ്ലവം ഉണ്ടാക്കി. ജാതി മത ചിന്തകൾക്ക് അപ്പുറമാണ് സ്നേഹം എന്നൊക്കെ പറഞ്ഞാണ് ഇവർ വിവാഹം കഴിച്ചത്. നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ജാതി മാറി വിവാഹം കഴിച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാല് ഇന്നത്തെ കാലത്തും പണ്ടത്തെ കാലത്തും വളരെ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കാലത്തും ബുദ്ധിമുട്ട് തന്നെയാണ്. ജാതി മാറി വിവാഹം കഴിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് കുഴപ്പമൊന്നുമില്ലേ, ഇതൊക്കെ കാണുന്ന ചൊറിയന്മാർക്കേ കുഴപ്പമുള്ളൂ. മലയാളി സമൂഹം പുറമെ വലിയ പുരോഗമനമൊക്കെ പറയും, പക്ഷെ അവനവന്റെ കാര്യം വരുമ്പോൾ ആർക്കും പുരോഗമനമൊന്നും ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. ഈ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക് ജാതി മാറി വിവാഹം കഴിച്ചതിൽ വലിയ രീതിയിൽ എതിർപ്പുണ്ടായിരുന്നു.
എന്നാൽ ആ എതിർപ്പിനൊന്നും വകവെക്കാതെ ഹസ്ബൻഡ് വിഷ്ണു ഈ കാവ്യ എന്ന കുട്ടിയെ വിവാഹം കഴിച്ചു. അതിനുശേഷം ഈ കുട്ടിക്ക് ആ വീട്ടിൽ തുടർച്ചയായിട്ടുള്ള ജാതി അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 8 വർഷമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട്, കുറച്ചു കാലമൊന്നുമല്ല, 8 വർഷത്തോളമായി. 8 വർഷം ഒരു കുട്ടി ജാതി അധിക്ഷേപമൊക്കെ സഹിച്ചൊരു വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ തീവ്രത ഒന്ന് ആലോചിക്കുക. അങ്ങനെ ഇത്തരത്തിൽ ഈ കുട്ടിയെ മാനസികമായിട്ട് വിഷ്ണു എന്ന സഹോദരന്റെ വീട്ടുകാർ മാനസികമായിട്ട് കാവ്യ എന്ന കുട്ടിയെ തളർത്തുകയായിരുന്നു കഴിഞ്ഞ 8 വർഷമായിട്ട്. ഈ വിഷ്ണുവിന്റെ വീട്ടുകാർ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളൊക്കെ അടിമകളാണ്, ഞങ്ങൾ മറ്റേ കുന്താണ് കുറച്ച. എൻഡ് ഓഫ് ദ ഡേ ഒരു 100 കൊല്ലം പിന്നോട്ടെടുത്ത ഈ നാട്ടിലെ എല്ലാവരും അടിമകളൊക്കെ തന്നെയാണ്. നമ്മളെന്നു മുതലാണ് തമ്പ്രാന്മാരായത് എന്നുള്ള കഥയൊക്കെ പറയാൻ തുടങ്ങിയല്ലേ. അത് നമ്മൾ പറയണ്ട, പറഞ്ഞ നാണക്കേടാണ്. എല്ലാവർക്കും ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും നാണക്കേടാണ്. അതുകൊണ്ട് നമ്മൾ എന്നു മുതൽ തമ്പ്രാക്കന്മാരായി എന്നുള്ള ചരിത്രമൊക്കെ നമ്മൾ പറയാതിരിക്കുന്നതാവും നമുക്കും തന്നെ നല്ലത്, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നല്ലത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗം ജനങ്ങൾ അടിമകളാണെന്നോ ഞാൻ വലിയ തമ്പ്രാനാണോ എന്നുള്ള ധാരണ ആർക്കും വേണ്ട. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഒരു 100 വർഷത്തെ ചരിത്രം പിന്നോട്ടെടുത്ത് നോക്കുക. 100 വർഷം വേണ്ടാന്ന്, ഒരു 70-80 വർഷം മുമ്പുള്ള ചരിത്രമൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നമ്മളെ പല തമ്പ്രാഞ്ചിന്റെ അങ്ങോട്ട് മാറിക്കിട്ടുമെന്നുള്ളതാണ് ഒരു വസ്തുത. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ കേസിലേക്ക് ഉണങ്ങിയാലോ. എന്തായാലും ഇത്തരം തുടർച്ചയായിട്ടുള്ള അധിക്ഷേപങ്ങളും അപമാനപ്പെടുത്തലും കാവ്യ എന്ന ഈ മരണപ്പെട്ട സഹോദരിയുടെ ജീവിതത്തെ അക്ഷരാർത്ഥത്തിൽ ഒരു മാനസിക തടവറയാക്കി മാറ്റുകയായിരുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ കുട്ടി ജാതി അധിക്ഷേപം മാത്രമല്ല നേരിട്ടത്, ഈ കുട്ടി സ്ത്രീധനത്തിന്റെ പേരിലും ഭർത്താവായ വിഷ്ണുവിന്റെ വീട്ടുകാരിൽ നിന്ന് കടുത്ത രീതിയിലുള്ള മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നു എന്നാണ് കാവ്യയുടെ രക്ഷിതാക്കളൊക്കെ ഇപ്പൊ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, കേവലം 30 വയസ്സുള്ള കുട്ടി കഴിഞ്ഞ 8 വർഷമായിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ച ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്ന് സ്ത്രീധനത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും കടുത്ത രീതിയിൽ ആക്ഷേപവും കുറ്റപ്പെടുത്തലുകളും കേൾക്കുന്നു. ഇതിനിടയ്ക്ക് 2 കുട്ടികളും ജനിക്കുന്നു. ആ സ്ത്രീയുടെ മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ 8 വർഷത്തിനിടെ ആ കുട്ടിയെ ആ വീട്ടിലെ സാഹചര്യം എത്രത്തോളം നിസ്സഹായ അവസ്ഥയിൽ എത്തിച്ചിരിക്കുമെന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യം. എന്ന് മാത്രമല്ല, ഈ കുട്ടി തൂങ്ങി മരിക്കുന്നതിന് മുമ്പ് അതിന്റെ വീട്ടുകാരായിട്ട് സംസാരിച്ചിരുന്നു. ഒരു പക്ഷെ അമ്മയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആങ്ങളായിട്ടായിരിക്കാം. അങ്ങനെ സംസാരിച്ച സമയത്ത് ഈ കുട്ടി പറഞ്ഞൊരു പരാതി എന്താണോ, അതായത് അവരെ വീട്ടിൽ ചിക്കൻ കറി വാങ്ങിയിരുന്നു പുറത്തുനിന്ന്. അപ്പൊ ഈ ചിക്കൻ കറി ഈ കുട്ടി അധികം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ വഴക്കുണ്ടായി എന്ന് പറയുന്നത്. അതായത് മറ്റെന്തോ വിരോധം വെച്ചുകൊണ്ട് ചിക്കൻ കറിന്റെ പേരിൽ ഈ കുട്ടിയെ കുറ്റപ്പെടുത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ചിക്കൻ കറി അധികം കഴിച്ചു എന്ന് പറഞ്ഞില്ല. ലോകത്ത് എവിടെയുണ്ടോ ചിക്കൻ കറി അധികം തിന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. ഇനി എവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു പക്ഷെ ഉണ്ടാകുമായിരിക്കാം. എന്തായാലും ഈ ആക്ഷേപത്തിൽ ഈ കുട്ടിക്ക് വല്ലാതെ ഈ കുട്ടി വിഷമിച്ചു പോയി. ആ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ ഈ കുട്ടി ജീവൻ വെടിയാൻ തീരുമാനിക്കുന്നു. അതിന് തൊട്ടു മുമ്പായിട്ട് അവർ തന്റെ വീട്ടിലേക്ക് ബന്ധപ്പെട്ടവരെ, അതായത് അമ്മയും സഹോദരനെയും ആയിരിക്കണം, അവർ വിളിക്കുന്നു, കാര്യം പറയുന്നു. തുടർന്ന് ആ കുട്ടി വളരെ 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 വിഷമിപ്പിക്കുന്ന ആ തീരുമാനം എടുക്കുന്നു. ഈ ചിക്കൻ കറി ആരോപണത്തിലൊക്കെ വല്ല സത്യവും ഉണ്ടെങ്കിൽ, അങ്ങനെ സത്യം പോലീസ് കണ്ടെത്തിയാൽ, അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയാൽ, എന്റെ അഭിപ്രായത്തിൽ ആരാണോ ചിക്കൻ കറിയുടെ പേരിൽ ഈ കുട്ടിയെ അപമാനിച്ചത്, ഈ കുട്ടിയെ ഇത്രയേറെ മാനസിക സമ്മർദ്ദത്തിന് കാരണക്കാരായത്, അവർക്ക് ഒരു ചെമ്പ് നിറയെ ചിക്കൻ കറി വെച്ചിട്ട് കുത്തിയിരുന്ന് തീറ്റിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ചിക്കൻ കറിന്റെ ചാറ് ലേശം അധികം എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയെ മാനസികമായിട്ടൊക്കെ സമ്മർദ്ദത്തിലാക്കാന്ന് പറഞ്ഞാൽ, ഇവരൊന്നും ചിക്കൻ കറി കണ്ടിട്ടില്ലേ? ഒരു വാക്ക് പറഞ്ഞാൽ എന്നെപ്പോലുള്ള സാധാരണക്കാരെ ഒരു 4 കിലോക്ക് ചിക്കൻ വാങ്ങിയെടുത്തിനി. ഈ കുറ്റപ്പെടുത്തിയ ആൾക്കാരൊക്കെ ഒരു ചെമ്പിൽ വെച്ച് തിന്നോട്ടെ. എന്താ അവസ്ഥയാന്ന്. പിന്നെ വ്യക്തിപരമായിട്ട് ഒരു കാര്യം പറയണ്ടേ, ഈ ജാതിയും മതവും ഒക്കെ നോക്കാതെ സമൂഹത്തിൽ വിപ്ലവം സൃഷ്ടിച്ച് കല്യാണം കഴിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇവരോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം വിവാഹങ്ങളുടെ ഭാഗമാകുന്ന പെൺകുട്ടികളോടാണ്. സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, സമുദായത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, നാട്ടുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് വലിയ വിപ്ലവം സൃഷ്ടിച്ച് കല്യാണം കഴിച്ചവരാണ് നിങ്ങൾ, ആണല്ലോ. ആ നിങ്ങളാണോ ഒരു ചിക്കൻ കറിയുടെ പേരിൽ തളർന്നു പോകുന്നത്? ഞാൻ അറിയാണ്ട് ചോദിക്കാണ്. ഒരു ചിക്കൻ കറിയുടെ പേരിൽ തളർന്നു പോവാനാണോ നിങ്ങൾ ജാതിയും മതവും നാട്ടുകാരെയും എല്ലാം മറന്ന് പ്രണയിച്ച് വിവാഹം കഴിച്ചത്? അങ്ങനെ ചിക്കൻ കറിയുടെ പേരിൽ തളർന്നു പോവാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഇങ്ങനെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ആളുകൾ എന്തിനാണ് തറവാട്ട് വീട്ടിലേക്കൊക്കെ നിങ്ങൾ പ്രണയിച്ചു പോകുന്നത്? നിങ്ങൾക്കറിയാലോ, തറവാട് വീട് എന്ന് പറയുമ്പോൾ അവിടെ പല ജാതി ചിന്തകളുള്ള ആളുകളുണ്ടാവും.
പ്രായമായ ആളുകളുണ്ടാവും. അവർക്കൊന്നും നിങ്ങളുടെ ഈ വിവാഹ രീതികളോടൊന്നും ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഇതൊന്നും പ്രണയിക്കുന്ന ആളുകളെ, വിപ്ലവ വിവാഹം കഴിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് അറിയില്ലേ? ഈ കുട്ടി കഴിഞ്ഞ 8 വർഷമായിട്ട് ആ വീട്ടിലാന്ന് പറഞ്ഞേ. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഇത്തരം സാഹചര്യത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. നിങ്ങൾ തൽക്കാലം ഒരു വാടക വീട്ടിലേക്ക് മാറുന്നേ. ഇങ്ങനെ അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും കേട്ട് ജീവിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്താണ്? തൽക്കാലം ഒരു വാടക വീട്ടിലേക്ക് വാങ്ങിയിട്ട് പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ച് ഒന്നിച്ച് അധ്വാനിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് വീട് കെട്ടിപ്പടുക്കൂ. അതുവരെ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടൂ. കഷ്ടപ്പെടാതെ എന്തെങ്കിലും നടക്കുമോ? സ്വന്തമായിട്ട് ഒന്നിച്ച് നിന്ന് നിങ്ങൾ പ്രണയകാലത്തെ പോലെ ഒന്നിച്ച് നിന്ന് സ്വന്തമായിട്ട് വീട് അധ്വാനിച്ചുണ്ടാക്കിയാൽ അതിൽ നിൽക്കുന്ന സുഖം ഈ തറവാട്ടിലെ അടിമപ്പണിക്ക് നിൽക്കുമ്പോൾ കിട്ടുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ജാതി മതം ഒക്കെ മറന്ന് വിപ്ലവം ഉണ്ടാക്കി കഴിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടത് സ്വന്തമായിട്ടൊന്ന് സെറ്റിൽ ആവാനാണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത്. അല്ലാതെ തറവാട്ട് വീട്ടിൽ കൊണ്ടിട്ടാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഒരു ചെറിയ പ്രശ്നം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേക്കും എന്റെ ജീവിതം ഇവിടെ അവസാനിച്ചു എന്ന് നിങ്ങൾ എന്തിനാ തീരുമാനിക്കുന്നതെന്ന്? എത്ര വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത്. അതൊരു നിമിഷം കൊണ്ട് നിങ്ങൾ തന്നെ ഇല്ലാതാക്കുക. അതുകൊണ്ട് ഇത്തരം ചിന്തകളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. എന്ന് മാത്രമല്ല, ഇത്തരം ആളുകൾ, പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ആളുകൾ സ്വന്തം കാലിൽ നിൽക്കാനും ശ്രദ്ധിക്കണം. അത് തന്നെയാണ് ഈ സമൂഹത്തോടും നിങ്ങളോട് തന്നെയും ചെയ്യുന്ന ഏറ്റവും വലിയ നീതി. എന്തായാലും കാവ്യയുടെ കേസിൽ തിരുവനന്തപുരം മലയൻകീഴ് പോലീസ് ഇതിനോടകം തന്നെ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിന് കുറ്റക്കാരായിട്ടുള്ള ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം, ഒരു സംശയം വേണ്ട. അതോടൊപ്പം തന്നെ മരണപ്പെട്ട കാവ്യ എന്ന സഹോദരിക്ക് ആദരാഞ്ജലികൾ നേരുന്നതിനോടൊപ്പം തന്നെ അമിതമായ സ്ത്രീധന കൊതിയും അനാവശ്യമായിട്ടുള്ള ജാതി ചിന്തകളും ഇനിയെങ്കിലും മനുഷ്യന്മാരൊക്കെ ഉപേക്ഷിക്കണമെന്നേ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വലിയ ജാതിയാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ ഒരു 100 കൊല്ലം പിന്നിലേക്ക് വേണ്ടെന്നേ, ഒരു 70 കൊല്ലം മുന്നിലേക്കുള്ള ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കൂ. ചരിത്രം അല്ലെങ്കിൽ പൂർവ്വ പിതാക്കന്മാരുടെ ചരിത്രം. അപ്പൊ നമ്മൾ വലിയ ജാതിയാണെന്ന് നമുക്ക് തോന്നൂല. ഞാൻ ആരെ ആക്ഷേപിക്കില്ല, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത്. ഞാൻ വലിയ ആളാണ്, ഞാൻ ഭയങ്കര സംഭവം, എന്റെ ജാതി വലിയ അതാണെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒരു 70 കൊല്ലം 80 കൊല്ലം 90 കൊല്ലം മുന്നേയുള്ള എന്റെ ചരിത്രം ഞാനൊന്ന് പരിശോധിച്ചാൽ മതി. എനിക്ക് ഈ ചിന്ത മാറി കിട്ടും, ഒരു സംശയവും വേണ്ട. അതൊക്കെ പഠിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മതി. എന്തായാലും ഈ സംഭവത്തിൽ കാവ്യയുടെ വീട്ടുകാര് അവരുടെ ഹസ്ബൻഡിനെ കാര്യമായിട്ട് അങ്ങനെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. വ്യക്തിപരമായിട്ട് കാവ്യയുടെ മരണത്തോടൊപ്പം തന്നെ സങ്കടപ്പെടുത്തുന്ന കാര്യം എന്താന്ന് വെച്ചാൽ 2 കുട്ടികളുണ്ട് കാവ്യക്ക്. അവര് കൂടി അനാഥയായി പോയി. കാവ്യക്ക് ഒന്നുകൂടി ഒന്ന് ചിന്തിക്കാമായിരുന്നു. ഒന്നുമില്ലെങ്കിലും ഇത്രയും വലിയ വിപ്ലവങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ച ആളല്ലേ കാവ്യ. ആരെ ഓർത്തിട്ടില്ലെങ്കിലും ആ 2 കുട്ടികളെ കാവ്യക്ക് ഓർക്കാമായിരുന്നു. എന്തായാലും കാവ്യക്ക് ആദരാഞ്ജലികൾ നേരുന്നു. ഈ കേസിൽ നീതി നടപ്പാവട്ടെ. കാവ്യക്ക് മരണശേഷമെങ്കിലും നീതി കിട്ടട്ടെ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോ ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ കാലത്ത് ഇവിടെ പറയുന്നു.